ഫാൽക്കൺസ് ബ്ലാസ്റ്റേഴ്സ് മറ്റേ പടയാളികൾ എന്നുള്ളതാണ്. ഫാൽക്കൺസ് ആണ് ബാറ്റിംഗ് ചെയ്യുന്നത്. വിഷ്ണു ബാറ്റിംഗിൻ്റെ പത്തനംതിട്ടയുടെ മണ്ണിൽ വന്ന് നമുക്ക് എറണാകുളത്ത് മികച്ച ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു വിഷ്ണു. ഓഹോ, ഹാരിസിന്റെ ഒരു നല്ല സ്ലോ ബോൾ. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന റോഷൻ രാജുവിനെയും ഷിബു ഒരിക്കലിനെയും ഒക്കെയാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ വിഷ്ണുവിനെ കാണുന്നു. കേരളത്തിൻ്റെ ടെന്നീസ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ റോഷൻ രാജു പത്തനംതിട്ടക്കാരാണ്. അതേപോലെ തന്നെ സ്പിന്നും കട്ടർ ബോളുകൾ എറിയുന്ന ഷിബുവും പത്തനംതിട്ടക്കാരാണ്. അതിനുശേഷം വിഷ്ണുവിനെ നമുക്ക് കാണുന്നു. നല്ലൊരു ഷോട്ടായിരുന്നെങ്കിലും അഷ്കർ ഖാന്റെ നല്ലൊരു എഫേർട്ട്. 3 ഡോട്ട് ബോൾ. തുടരെ ഡോട്ട് ബോൾ. തുടരെ ഡോട്ട് ബോൾ. തുടരെ ഡോട്ട് ബോളുകൾക്ക് ശേഷം ബാറ്റ്സ്മാൻ ബോൾ ചേഞ്ച് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ബോളിന്റെ പ്രശ്നമായിരുന്നു. ഇനി വിഷ്ണു കത്തിക്കയറുമെന്ന് തോന്നുന്നു. ബോളിന്റെ പ്രശ്നമല്ല, വിഷ്ണുവിന്റെ ഷോട്ടിന്റെ പ്രശ്നമാണ്. സിംഗിൾ എടുത്ത് മാറിയിരിക്കുന്നു. ക്ലാഷ് ബോൾ. വീണ്ടും ഡോട്ട് ബോൾ. ഒറ്റ റണ്ണാണ് ഈ ഓവറിൽ ഇതുവരെ നേടിയിരിക്കുന്ന. ഒരു ബോളൂടെ. ലാസ്റ്റ് ബോൾ സിംഗിൾ. സോറി. അതൊരു ഓവർ ത്രോ ആയിരിക്കുകയാണ്. അത് 2 റൺ എടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 3 റൺ അല്ലേ? 3 റണ്ണിന് 0. അഷ്കർ ഖാൻ എത്തുന്നു ബോളിംഗിൽ. വിഷ്ണു ബാറ്റിംഗ്. ഫസ്റ്റ് ബോൾ. സെക്കൻഡ് ഓവർ ഫസ്റ്റ് ബോൾ. 3 ഓവർ ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 3 റൺ മാത്രമാണ് നേടാനായത് ഫാൽക്കൺസിന്. ഫസ്റ്റ് ബോൾ വീണ്ടും ഒരു ഗ്രൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഫീൽഡറിന്റെ കൈകളിലേക്ക് എത്തുന്നു സന്തോഷ്. സെക്കൻഡ് ബോൾ. ഫസ്റ്റ് ബോൾ ഡോട്ട്. സെക്കൻഡ് ബോൾ. അതൊരു നല്ല പവർഫുൾ ഷോട്ടായിരുന്നു. സ്ട്രൈറ്റ് 6. ഇടയിലെ ഷോട്ട്. പുറത്തെറിഞ്ഞ ബോളിനെ നല്ലൊരു 6 പറഞ്ഞിരിക്കുന്നു വിഷ്ണു. ബാഡ് ബോൾ. അഷ്കർ ഖാൻ വൈഡ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വൈഡ് തുടങ്ങിയിരിക്കുന്ന താരമാണ് അഷ്കർ ഖാൻ. ഡോട്ട് ബോളാണ്. പുറത്ത് പോയ വൈഡാണെന്ന് വിചാരിച്ച് ബാറ്റ്സ്മാൻമാരെങ്കിലും അത് അമ്പയർ അത് വൈഡ് വിധിച്ചിട്ടില്ല. ഇന്റർനാഷണൽ അമ്പയർ സജിയാണ്. ഡോട്ട് ബോളുകൾ. ഈ ഓവറിൽ ഒരു 6 മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. സൂപ്പർ 6. വീണ്ടും 6.
നല്ലൊരു കിടില സിക്സ്. വിഷ്ണുവിന്റെ ബാറ്റിൽ നിന്നും ഒരു കിടിലൻ സിക്സ് പറഞ്ഞിരിക്കുന്നു. വീണ്ടും 16 റൺ ഈ സെക്കൻഡ് ഓവർ ലാസ്റ്റ് ബോൾ. അതൊരു ഡോട്ട് ബോൾ ആയിരിക്കുകയാണ്. 2 ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 16 റൺ. വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടില്ല. 10 പന്തിൽ 13 റണ്ണുമായി വിഷ്ണു. സാജനുമാണ് വെയിറ്റ് ചെയ്യുന്നത്. സാജൻ 2 ബോളിൽ 2 റൺ. 16. തേർഡ് ഓവറുമായിട്ട് എത്തുന്നു നൈഫിക്ക. പ്രത്യേക ഒരു ആക്ഷൻ ഉള്ള താരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഓ സൂപ്പർ ബോൾ. ഫസ്റ്റ് ബോൾ തന്നെ ഡോട്ടായിരിക്കാണ്. ഡോട്ട് ബോൾ. തുടരെ ഡോട്ട് ബോൾ. 2 ഓവർ കംപ്ലീറ്റ് ആയി. തേർഡ് ഓവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെറും 16 റൺ മാത്രമാണ് ഫാൽക്കൺസിന് നേടാൻ കഴിഞ്ഞത്. ഒരു ഫുൾ ടോസ് ബോളിനെ ഒരു 6 അടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സന്തോഷിന്റെ കയ്യിലെത്തി വിക്കറ്റായി കലാശിച്ചിരിക്കുന്നു. സാജൻ പുറത്തേക്ക്. സുധീർ എത്തുന്നു ബാറ്റിംഗിൽ. സിംഗിൾ. രണ്ടോൾ. ഒരു നല്ല ഷോട്ട് ആയിരുന്നെങ്കിലും അത് സിംഗിൾ മാത്രമായി കലാശിച്ചിരിക്കുന്നു. ചെറിയൊരു സ്ട്രക്കൊക്കെ കാണും ലൈവിന്. ലാസ്റ്റ് ബോൾ. മൂന്ന് ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ വെറും 18 റൺ മാത്രമാണ് ഫാൽക്കൺസിന് നേടാൻ കഴിഞ്ഞത്. എറിഞ്ഞ് ചുരുട്ടി കെട്ടിയിരിക്കുകയാണ് ഫാൽക്കൺസിനെ പടയാളികളുടെ ബോളേഴ്സ്. ഷാനയത്ത് ബോളിക്ക് പോയി. 18. ഷാന വിഷ്ണുവിനെ മടക്കിയിരിക്കുന്നു. നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകിയിരിക്കുന്നു. ശ്രീജിത്തിന്റെ നല്ലൊരു ക്യാച്ച്. ജിഷ്ണു ലൈവ് സ്ട്രക്ക്. ഷാനയുടെ പകരം നോ ബോൾ. സിംഗിൾ മാത്രമായി ക്ലാഷിച്ചിരിക്കുന്നു. രണ്ട് ബോളുടെ സിംഗിളുകൾ. തുടരെ സിംഗിളുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 22 റൺ. നാലാമത്തെ ഓവറാണ് നടന്നിരിക്കുന്നത്. ആ വിക്കറ്റ് ഒന്ന് പോയി എഴുതി കാണിച്ചു. അങ്ങനെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കളി നടക്കുന്നുണ്ട്.
നാലാമത്തെ ഓവറിലെ 5th ബോൾ. ഷാനയുടെ വക നല്ലൊരു ബോൾ, കിടിലൻ ബോൾ. ഒരു സിംഗിൾ മാത്രമായി കളിച്ചിരിക്കുന്ന ഔട്ട്. കോടി ക്രീസിലെത്തിയിരിക്കുകയാണ്. സജി എന്തുകൊണ്ട് വിളിച്ചില്ല? Right ball. No ball. ആ വിക്കറ്റ് എന്ന് എഴുതി കാണിക്കുന്നത് മാറുന്നില്ല. ക്ഷമിക്കുക, എന്തോ ഷക്കായിട്ടുണ്ട്. ഈ കളി ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. ഫ്രീ ഹിറ്റ് ബോള്, സ്റ്റംപ് പറഞ്ഞെങ്കിലും ഫ്രീ ഹിറ്റ് ആയതുകൊണ്ട് അത് നമ്മുടെ റൈസിന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഓവർ. നാല് ഓവറിൽ 26 റൺ മാത്രമാണ് ഫാൽക്കൺസിന് ഇതുവരെ നേടാൻ കഴിഞ്ഞത്. ലാസ്റ്റ് ഓവറുമായി ശ്രീജിത്ത് എത്തുന്നു. ബാറ്റിംഗ് എൻഡിൽ സുനീർക്ക. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ബൗൾഡ്. ശക്തി കിടന്ന് വീശിയിട്ടും അത് ബൗൾഡ് ആയിരിക്കാം. വിക്കറ്റ് ആയിരിക്കുന്നു. വീണ്ടും എത്തുന്നു പുള്ളാരും നമ്മുടെ ആശാനും തമ്മിലൊരു മികച്ച പാർട്ട്ണർഷിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ 5 ബോൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു സിംഗിൾ. ആശാൻ നേരിട്ട് ആദ്യ ബോൾ തന്നെ സിംഗിൾ ഇട്ടിരിക്കുകയാണ്. 4 ബോളുണ്ട്. ലാസ്റ്റ് ഓവറിൽ 4 ബോൾ 6 അടിച്ചാൽ 51 റണ്ണാക്കാം. ഒരു മാന്യമായ സ്കോറിലെത്താം. ഓ പടക്കൽ നല്ല ബോളായിരുന്നു. ഒരു നല്ല ഷോട്ടും എടുത്തിരുന്നു. പക്ഷെ അത് റൂഫിൽ തട്ടി സിംഗിൾ മാത്രമായി കളിച്ചിരിക്കുന്നു. ഓ ആശാന്റെ ഭാഗ്യ ഒരു കിടിലൻ 6. ഓഹോ, ശ്രീജിത്തിനെ ഒരു കിടിലൻ 6 പറഞ്ഞിരിക്കുകയാണ് ആശാൻ. വൈഡ് ബോൾ. ഒരു 6-ന് ശേഷം ശ്രീജിത്തിന്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. വൈഡ് എറിഞ്ഞിരിക്കുന്നു. അടുത്ത ബോള്. ഷമീർക്ക് പറഞ്ഞ് ഔട്ടാക്കിയിരിക്കുകയാണ് ആശാനെ. ഒറ്റ ബോൾ നേരിടാൻ വേണ്ടി ഫാൽക്കൺസിന്റെ ക്യാപ്റ്റൻ എത്തുന്നു. എന്ത് സംഭവിക്കും നോക്കാം. ഒരു 6 ആണെങ്കിൽ നല്ലതായിരുന്നു. ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ബോൾ 4. അസ്ലുവിന്റെ കാലിനിടെ കൂടെ 4 പോയിരിക്കണം. അസ്ലു കുനിഞ്ഞു വന്നപ്പോഴത്തേന് 4 പോയിരിക്കുന്നു. 5 ഓവറിൽ 40 റൺ. വെറും 40 റൺ മതി ജയിക്കാൻ. 5 ഓവറിൽ വെറും 40 റൺ. 5 ഓവറിൽ 40 റൺ. വളരെ കുറഞ്ഞ സ്കോറായി പോയി ഫാൽക്കൺസിന്റെ.
വേണമെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് മൈക്ക് മാറ്റിയിരിക്കുകയാണ്. നാൽപ്പത് റൺസ് വേണം ജയിക്കാൻ. വേറൊരു നിസ്സാരമാണ്. 5 ഓവറിൽ 40 റൺസ്. സാജനാണ് ഫസ്റ്റ് ഓവർ ചെയ്യാൻ വരുന്നത്. അല്ല, ഒരെണ്ണം ഊറ്റിട്ട് വെക്കും. അത് അതിനകത്ത് ഫസ്റ്റ് ബോൾ തന്നെ ഒരു മാട്ട വൈഡായിരിക്കണം സാജൻ്റെ ബോളിൽ. അത് ഇത് മൈക്കിനകത്ത് കൂടെ വരണം. റിട്ടേൺ ക്യാച്ച് ഫസ്റ്റ് ബോൾ തന്നെ നൈഫ് ഔട്ടായിരിക്കുന്നു. ഇതാണ് നൈഫിക്ക് ഫസ്റ്റ് ഓവറിൽ ഫസ്റ്റ് ബോളിൽ തന്നെ യാത്രയായിരിക്കുകയാണ്. അടുത്ത കിൻഡിലടി അടിക്കുന്ന അഷ്കർക്ക് എത്തുന്നു. അഷ്കർ 7. അസ്കർസ് അയ്യോ ഹാപ്പി ബർത്ത്ഡേ അഷ്കർക്ക. ഇന്ന് അഷ്കർക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. ലെഗ് അമ്പയർ നിന്നിരുന്ന ആളാണ് ഇത്ര നേരം കമന്ററി പറഞ്ഞുകൊണ്ടിരുന്നത്. സോറി. തേർഡ് ബോൾ. ഫസ്റ്റ് ബോൾ വിക്കറ്റ്. സെക്കൻഡ് ബോൾ ഡോട്ട്. തേർഡ് ബോൾ ക്യാച്ച്. സുനീറിക്കയുടെ കിടിലൊരു ക്യാച്ച്. ആഷ്കർക്ക് പുറത്തായിരിക്കുന്നു. ഷാനെ എത്തുന്നു ബാറ്റിങ്ങിൽ. സാജൻ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ്. സെക്കൻഡ് ബോളിൽ ഡോട്ട്. തേർഡ് ബോളിലും വിക്കറ്റ് എടുത്തിരിക്കുന്നു. ഡേഞ്ചർ ബാറ്റ്മാൻ ആഷ്കർക്കെ പുറത്താക്കിയിരിക്കുന്നു. സാജൻ. ഷാനെ എത്തുന്നു ബാറ്റിങ്ങിൽ. ഒരു റണ്ണിന് 2 വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ്. ഫോർത്ത് ബോളുമായി സാജൻ. അതൊരു നല്ല തീരുമാനമായിരുന്നു ഷാനയുടെ വക. ഒരു സിംഗിൾ മാത്രമേ കലാശിച്ചിരിക്കുന്നു. 2 ബോൾ. ഈ ഓവറിൽ ഇനി 2 ബോളുടെ ബാക്കിയുണ്ട്. 2 റണ്ണിന് 2 വിക്കറ്റ്. 2 ബോളുടെ ബാക്കി. 2 കളികളാണ് മൊത്തം. ഒരു സിമ്പിൾ ക്യാച്ചായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ക്യാച്ച് മിസ്സായിരിക്കുകയാണ്. ഒരു സിമ്പിൾ ക്യാച്ചായിരുന്നു. സന്തോഷ് പവലിലേക്ക് മടങ്ങേണ്ടതാണ്. സന്തോഷിന് എന്തോ ചെറിയ ഭാഗ്യമുണ്ട്. നല്ല ബോളാ. സുബിനെത്തുന്നു ബോളിങ്ങുമായിട്ട്. 6. ഷാനയുടെ വക 6. സുബിൻ്റെ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചിരിക്കുകയാണ് ഷാന. നോ ബോളിനെ സിംഗിൾ അടിച്ചിരിക്കുകയാണ് ഷാന. രണ്ടിന് 2 എന്ന സ്ഥാനത്ത് നിന്ന് 17-2 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. നോ ബോളിനെ നേരിടാൻ, ഫ്രീഹിറ്റിനെ നേരിടാൻ സന്തോഷത്തിന് നല്ലൊരു ബോൾ. സുബിൻ്റെ വക ഒരു നല്ലൊരു യോർക്കർ ലെങ്ത് ബോൾ. അതുകൊണ്ട് തന്നെ സന്തോഷിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡോട്ട് ബോൾ ആയിരിക്കണം.
പടപ്പൻ സിക്സ്. ഓ ഓ ഓ സന്തോഷിന് പകരം ഒരു കിടിലൻ സിക്സ്. അതൊരു നല്ല ഷോട്ടായിരുന്നെങ്കിലും അത് സിംഗിൾ മാത്രമായിരിക്കുന്നു. ഈ ഓവർ 2 സിക്സ് ഇപ്പം തന്നെ പോയിട്ടുണ്ട്. ഒരു നോ ബോൾ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ബോൾ ഓ അതൊരു സിക്സ്. ഈ ഓവറിൽ 3 സിക്സ്. ക്യാപ്റ്റൻ്റെ ഓവറായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓവറിൽ 21 റണ്ണാണ് വിട്ടുകൊടുത്തിട്ട്. ആകെ 50 റണ്ണ് മതി ജയിക്കാൻ. 40 റണ്ണ് ജയിക്കാൻ 21 റണ്ണ് വെച്ചിരിക്കുകയാണ്. 18 ബോളിൽ വെറും 10 റണ്ണാണ്. പടയാളിസിന് ജയിക്കാൻ 18 ബോളിൽ ഇനി 10 റണ്ണ് മതി. ആശാനെത്തുന്ന ബോളിങ്ങുമായി. ആശാൻ്റെ ഫസ്റ്റ് ബോൾ തന്നെ വൈഡാണ്. 18 ബോളിൽ 9 റണ്ണുള്ള സിംഗിൾ. പതിനേഴ് ബോളിൽ വേറെ 8 റണ്ണ് മതി. ക്യാച്ച്. ഷാനയുടെ വിക്കറ്റ് പറഞ്ഞിരിക്കുന്നു. ഷാനയെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആശാൻ വിക്കറ്റ് കീപ്പർ കയ്യിലെത്തിച്ചിരിക്കുന്നു. ശ്രീത്ത് എത്തുന്നു ബാറ്റിങ്ങുമായി. 109 മാച്ചിൽ നിന്ന് 61 ഇന്നിംഗ്സിൽ നിന്ന് 533 റൺസുള്ള ശ്രീത്താണ് ബാറ്റിങ്ങിൽ എത്തുന്നത്. നല്ലൊരു ബോളായിരുന്നു. വൈഡ് ബോൾ. മിസ്സായിരിക്കണം. 14 ബോളിൽ 7 റൺ. വീണ്ടും മിസ്. 7 ബോളിൽ 13 ബോളിൽ 7 റൺ. രണ്ട് ഓവറിൽ 7 റണ്ണുകൾ. രണ്ട് ബോളിൽ 7 റൺ. സോറി 2 ഓവറിൽ 11 ബോളിൽ 6 റണ്ണോടെ മതി. ശ്രീജിത്തിന്റെ ബാക്കി ഒരു കിടിലൻ സിക്സ് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു മിസ്റ്റർ ശ്രീജിത്ത്.